ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു അബദ്ധം, ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും സംഭവിക്കാനായിട്ട് പാടില്ല. കാർ ഡ്രൈവിങ്ങിൽ വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഗിയറാണ് നമ്മുടെ വാഹനത്തിന്റെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയം മുതൽ പലപ്പോഴും ഡ്രൈവിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അവിടെയൊക്കെ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, വലിയ അപകടങ്ങളിലേക്ക് വണ്ടി പോകുന്ന രീതിയിലുള്ള അബദ്ധങ്ങൾ ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട്. കാർ ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ആരും തന്നെ പറഞ്ഞു തരാത്ത ചില സീക്രട്ടുകളും ചില ടിപ്സുകളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ ഫസ്റ്റ് ഗിയറിനെ കുറിച്ചും സെക്കൻഡ് ഗിയറിനെ കുറിച്ചും ആരും തന്നെ പറഞ്ഞു തരാത്ത ഒരു ഡ്രൈവിങ്ങിലെ ഒരു വളരെ പ്രധാനപ്പെട്ട മൈന്യൂട്ടായിട്ടുള്ള ഒരു രഹസ്യം, ഒരു ഡ്രൈവിംഗ് ട്രിക്ക് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഈ ചെറിയ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വളരെ പ്രയോജനം ചെയ്താൽ, എന്തോരം പ്രയോജനം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ട്രിക്കും കൂടെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇപ്പോൾ എൻ്റെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കിടക്കുന്നത്. അപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ പല സാഹചര്യങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അബദ്ധം നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് ഞാൻ എടുത്ത് വെച്ച് നമ്മൾ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് താക്കോൽ ഓൺ ചെയ്യുന്നു. വാഹനം ഞാൻ ഇതേ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുകയാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധം ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മുടെ വാഹനം ഇതുപോലെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനം റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കാം, മുന്നിൽ മറ്റു വാഹനങ്ങളോ മറ്റു സാഹചര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കും. ഇപ്പം നമ്മുടെ വണ്ടി റോഡിലേക്ക് എടുക്കണമല്ലോ, റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നത് ചെറിയ കയറ്റത്താണ്. ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊക്കെ ഏകദേശമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആക്സിലറേറ്റർ പെഡലിലേക്ക് കാല് വെക്കും. കാല് വെച്ചതിന് ശേഷം വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി ഒരു നിരപ്പത്തോ കയറ്റത്തോ ആയിക്കോട്ടെ, വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കും. ആക്സിലറേഷൻ അങ്ങോട്ട് നല്ല രീതിയിൽ ചവിട്ടി കൊടുത്തോണ്ട് എന്ത് ചെയ്യും, ഈ ക്ലച്ചെ നിങ്ങളുടെ ഒറ്റയടിക്ക് കാലെടുക്കും. അപ്പോൾ വണ്ടി ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. എന്നിട്ട് പെട്ടെന്ന് സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒബ്ജക്റ്റിലേക്ക് വാഹനം പോകും. പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്താനായിട്ടുള്ള ഐഡിയ ഇല്ലാത്തത് കൊണ്ട് വാഹനം പോയി ഇടിക്കുന്ന സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും. ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുന്ന സമയത്തായിക്കോട്ടെ, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ വാഹനം ഒരു ടൗണിലോ അല്ലെങ്കിൽ എവിടെയായാലും ഒതുക്കി നിർത്തിയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് തുടക്കക്കാർക്ക് ഈ അബദ്ധം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിച്ചാൽ മതി ഡ്രൈവിങ്ങിൽ. അതായത് നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് മുന്നിലായിട്ട് മറ്റു വാഹനങ്ങളില്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് വണ്ടി എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബ്രേക്കേ കാല് വെക്കുക, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഇപ്പോൾ കയറ്റത്താണ് വണ്ടി നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കേ കാല് വെച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. എന്നിട്ട് സെൻറ്റർ മിറർ നോക്കുക, റൈറ്റ് സൈഡിലെ മിറർ നോക്കുക, പുറകിൽ നിന്ന് വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷൻ അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ കൊടുത്തു, എന്നാൽ ഒരുപാട് ചവിട്ടി കൊടുക്കുക, അതൊരു ആവറേജ് ചവിട്ടി കൊടുക്കുകയും ഈ
ക്ലച്ചിൽ നിന്ന് കാല് ഒറ്റയടിക്ക് റിലീസ് ചെയ്യരുത്, പതിയെ പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യണം. ഒറ്റയടിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകും, അല്ലെങ്കിൽ ഓഫ് ആയില്ലെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കുമ്പോൾ വണ്ടിയുടെ വേഗത കൂടിപ്പോകും. അപ്പം നമ്മളിവിടെ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും പ്രത്യേകിച്ച് കയറ്റത്ത് നിങ്ങൾ ബാലൻസ് ചെയ്യണം. അതായത് ഹാഫ് ക്ലച്ചിലേക്ക് ഇതുപോലെ വരിക, എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗ് നേരെ ആക്കിക്കൊണ്ട് നമ്മൾ വാഹനം പതിയെ പതിയെ മുന്നോട്ടെടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട്, സെൻറ്റർ മിറർ നോക്കിക്കൊണ്ട് പതിയെ പതിയെ വാഹനം നിങ്ങൾ ഇതേ റോഡിലേക്ക് ഇങ്ങനെ കയറുകയും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ വാഹനം എടുക്കാവുള്ളൂ. ഇല്ലാതെ ഒരു കാരണവശാലും ഫുള്ള് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പിടിച്ച് കാല് കൊടുത്തുകൊണ്ട് നിങ്ങൾ വാഹനം ഒരു കാരണവശാലും എടുക്കാനായിട്ട് പാടില്ല. ഇത് നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുക. എടുത്ത് വണ്ടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സിലറേഷൻ അയച്ചാൽ ഉടൻ തന്നെ ബ്രേക്കിലേക്ക് വന്ന് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം. കാരണം നമുക്ക് വണ്ടി സ്ലോ ചെയ്ത് വേണം റോഡിലേക്ക് തിരിഞ്ഞ്, വലത് സൈഡിലേക്ക് വന്ന വണ്ടി റോഡിലേക്ക് തിരിഞ്ഞ് നേരെയാകാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് ഇങ്ങനെ വണ്ടി നമ്മൾ ഇവിടുന്ന് എടുക്കുന്നു, ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് കയറിയാൽ ഉടൻ തന്നെ ബ്രേക്കിലേക്ക് ഇതുപോലെ വന്ന് വണ്ടി ചെറുതായിട്ട് സ്ലോ ചെയ്ത് സ്റ്റിയറിംഗ് നേരെയാക്കി വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് ആക്കുക. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൻ്റെയും സെക്കൻഡ് ഗിയറിൻ്റെയും പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. സീക്രട്ട് വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്തു. നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്താൽ ദീർഘദൂരം ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു പോകുന്ന ഒരു രീതി. എന്നിട്ട് വാഹനത്തിന് വേഗത കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഒന്ന് അയക്കും. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ഇതുപോലെ ഒരു ജെർക്ക് വരും. പുറകെ വരുന്ന വാഹനത്തിന് നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കും, വണ്ടിക്കുള്ളിൽ ഒരു ചാട്ടം ഉണ്ടാകും. പുറകെ വരുന്ന ഒരു വാഹനം, മറ്റു വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇത്രയും സ്ലോയിൽ പോകുന്നതുകൊണ്ട്, അതായത് അനങ്ങി നമ്മുടെ വാഹനം പോകുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഡ്രൈവിങ്ങിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയെ മൂവ് ആക്കാനായിട്ടുള്ള ഒരു ഗിയറാക്കി മാത്രം നിങ്ങൾ കാണുക. ഇപ്പം നിങ്ങൾക്കിതൊരു ഐഡിയ പറയാനായിട്ടാണ് കാണിച്ചത്. എന്നിട്ട് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു 15 കിലോമീറ്റർ സ്പീഡാക്കുക. എന്നിട്ട് ക്ലച്ച് പിടിക്കുക. ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ആക്സിലറേഷൻ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൊടുത്തേക്കണം. അതായത് ക്ലച്ചേന്ന് നമ്മൾ റിലീസ് ചെയ്യുന്ന സെയിം ടൈം, എപ്പോഴാണോ ക്ലച്ചേന്ന് നിങ്ങൾ റിലീസ് ചെയ്യുന്നത് ആ സെയിം ടൈമിൽ തന്നെ ആക്സിലറേഷൻ കൊടുക്കണം. നിങ്ങളിൽ പല ആൾക്കാർ ഈ ക്ലച്ചേന്ന് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ലാഗ് വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ജെർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു 10-15 കിലോമീറ്റർ വേഗത വാഹനത്തിനാക്കാതെ നമ്മൾ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു ചാട്ടം ഉണ്ടാകും. കാരണം അടുത്ത ഗിയറിൽ വണ്ടി പോകാനായിട്ടുള്ള ഒരു മടി കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് അടുത്ത ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വേഗത ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പതിയെ ക്ലച്ച് ഹാഫ് ക്ലച്ച് പോയിന്റ് റിലീസ് ആയെന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പോൾ തേർഡ് ഇടുന്ന സമയത്താണെങ്കിലും നമ്മൾ സെക്കൻഡ് വരികയാണ്. ഇപ്പം നമ്മുടെ വണ്ടി ഒരു 20 കിലോമീറ്റർ വേഗതയിൽ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തൊരു 25 കിലോമീറ്റർ സ്പീഡ് ആക്കുക. ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലച്ച് കാല് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക. കാരണം നമ്മൾ എപ്പോൾ ആക്സിലറേഷൻ അയച്ചോ അപ്പം നമുക്ക് ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കണം. അതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ ജസ്റ്റ് അയച്ചു, ക്ലച്ച് പിടിച്ചു, തേർഡ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. റിലീസ് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് കൂടിയെന്ന് തോന്നിയാൽ ആക്സിലറേഷൻ അയച്ച് വണ്ടിയെ സ്ലോ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആക്സിലറേഷൻ അയക്കുന്നത് ഒരു ബ്രേക്കിംഗ് തന്നെയാണ്. കാരണം വണ്ടിയുടെ വേഗത ഓൾറെഡി കുറയും. എന്നിട്ടും വാഹനത്തിൻ്റെ വേഗത നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ലെങ്കിൽ ബ്രേക്ക് പതിയെ കാല് വെച്ച് വണ്ടി സ്ലോ ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡിലായിരിക്കണം നിങ്ങൾ, ഞാൻ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ തേർഡ് ഗിയറും സെക്കൻഡ് ഗിയറും ഒക്കെ ഡ്രൈവിങ്ങിൽ കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഫസ്റ്റ് ഗിയർ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭം കൂടെ ഞാൻ ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മളിങ്ങനെ തേർഡ് ഗിയറിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത്, നമുക്ക് മുന്നിലായിട്ടൊരു കയറ്റമോ അല്ലെങ്കിൽ മുന്നിലായിട്ടൊരു ജംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു പേടിയാണ്, എങ്ങനെ ഉപയോഗിക്കണമെന്നറിയത്തില്ല. കാരണം വാഹനം ഓഫായി പോകുമോ, ഇങ്ങനെയുള്ള പേടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് മാറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് താഴെ റോഡ് തുടങ്ങുന്ന ആ ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു കയറ്റവും ജംഗ്ഷനും ഉണ്ട്. ഇവിടെ നമുക്ക് ആദ്യം സെക്കൻഡിലേക്ക് വരിക, അതിനുശേഷം നമുക്ക് പതിയെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വേണേൽ കയറാം.
അപ്പോൾ അതിന് നിങ്ങൾക്ക് അത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തേർഡ് ഗിയറിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യണം, വണ്ടി ഇങ്ങനെ കയറ്റം കയറുന്നതിനനുസരിച്ച് ഇടത്തേക്കാല് ക്ലച്ച് വെച്ച് അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ബാലൻസ് ചെയ്ത് പോകുക. അപ്പം നമ്മൾ അഡ്വാൻസ് ഡൗൺ ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല. ഇത് ഒരു ടെക്നിക്കാണ്. അതായത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു വാഹനത്തിൻ്റെ ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ടെക്നിക്ക്. ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കുക. ഇതാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് കയറ്റം തുടങ്ങുന്ന ഏരിയയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് അങ്ങ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളിങ്ങനെ തേർഡിൽ വരികയാണ്, തേർഡിൽ വരുന്നു, ഇവിടെ ഒരു കയറ്റം കണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ക്ലച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന എടുക്കരുത്. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും. അങ്ങനെ കൊടുക്കരുത്. നമ്മൾ കൊടുക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സെക്കൻഡ് വരുന്നു, ഇപ്പം ഞാൻ തേർഡ് കൊടുത്തിട്ട് എനിക്കിവിടെ ഫസ്റ്റ് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ആക്സിലറേഷൻ അയച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക. സെക്കൻഡ് കൊടുത്തിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വാഹനം സ്ലോ ആകും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുക. അപ്പം നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കാവുള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ബ്രേക്കിലൊന്ന് ബാലൻസ് ചെയ്ത്, സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ ബ്രേക്കേ ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് തന്നെ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കണം. ഫസ്റ്റ് ഗിയറിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കൺട്രോളിൽ വണ്ടി ആയിരിക്കണം എപ്പോഴും. ഫസ്റ്റ് ഗിയർ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഫസ്റ്റ് കൊടുത്ത് എടുക്കുന്ന ഒരു ഗിയർ വണ്ടിക്ക് മൂവ് ആയാലും ഉടൻ തന്നെ ആക്സിലറേഷൻ അയക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് കൊടുക്കുക. ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ പതുക്കെ ആക്സിലറേഷനും കൂടെ, അതായത് റിലീസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൂടെ കൊടുത്താൽ നമ്മുടെ വണ്ടി ഇതുപോലെ നമുക്ക് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോകൾ, ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഡ്രൈവിംഗ് കണ്ടന്റുകളാണ് നമ്മുടെ ചാനലിലുള്ളത്. ആ വീഡിയോ കൂടെ കയറി കാണുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.